ഗൗരി മഹേശ്വർ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ഗീത ആറ്റിങ്ങൽ. അപ്പോൾ ഇനി ഇടവൻ രാശിയെക്കുറിച്ചാണ് ഇനി പറയാനുള്ളത്. അപ്പോൾ ഇടവൻ രാശി എന്ന് പറയുമ്പോൾ കാർത്തിക മുക്കാല്, രോഹിണി, മകയിരമര, ഇതാണ് ഇടവൻ രാശിയിലെ നക്ഷത്രങ്ങൾ. അപ്പോൾ ഇവർക്കും ഈ മുന്നേ പറഞ്ഞതുപോലെ ഇപ്പം നേട്ടങ്ങളുടെ ഒരു കാലമാണ്. അത് മാത്രമല്ല, ഇവർ പൊതുവെ ഈശ്വരാരാധന ഉള്ളവരാണ്. ഈശ്വരനോട് വളരെ അടുപ്പം, എന്ത് ചെയ്തും ഈശ്വര അനുഗ്രഹം നേടാൻ കഴിവുള്ളവരാണ്. അപ്പം അതുകൊണ്ട് ഇവരങ്ങനെ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഇവർക്ക് എപ്പോഴും സർവ്വ ഐശ്വര്യവും ഉണ്ടാകും. അവർക്കുണ്ടാകുന്ന ദുഃഖങ്ങളെപ്പോലും ഭഗവാൻ തീർച്ചയായിട്ടും മാറ്റും. അപ്പോൾ ഇവരിപ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, നമ്മുടെ വീടുകളിലെല്ലാം ഈ ഭാഗവതം ഉണ്ടല്ലോ, ഈ ഭാഗവതത്തിനെ നമ്മൾ പട്ടിൽ പൊതിഞ്ഞ്, അതായത് പ്രത്യക്ഷ കൃഷ്ണൻ എന്നാണ് നമ്മൾ ഈ ഭാഗവതത്തിനെ കാണുന്നത്. അപ്പം ഈ ഭാഗവതം, ഇപ്പം നമ്മൾ ക്ഷേത്രത്തിൽ ഇരിക്കുന്ന വിഗ്രഹം അതേപോലെ സമമാണ് ഈ ഭാഗവതം. അപ്പം ഈ ഭാഗവതം ഇവർ കൃഷ്ണനായിട്ട് സങ്കല്പിച്ച് ഇവർ പ്രാർത്ഥിക്കുക, ഭാഗവതത്തിനെ തന്നെ പ്രാർത്ഥിക്കുക. അതായത് ഞാൻ പറഞ്ഞില്ലേ, പ്രത്യക്ഷ കൃഷ്ണനാണ്. അപ്പം ഷോഡശ മന്ത്രങ്ങൾ എന്ന ആ മന്ത്രം ഒരു 108 പ്രാവശ്യമൊക്കെ ഒരു ദിവസം ചൊല്ലിയാൽ ഉത്തമമാണ്. അവർക്ക് ഭഗവാൻ അവരെ വിട്ട് പോവുകയില്ല. അത് സത്യസന്ധമായൊരു കാര്യമാണ്. ഇനി ഈ ഷോഡശ മന്ത്രം എന്ന് പറഞ്ഞാൽ എന്താണ്? ഹരേ രാമ ഹരേ രാമ, രാമ രാമ ഹരേ ഹരി, ഹരേ കൃഷ്ണ 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 ഹരേ ഹരി. ഇതിങ്ങനെ ഒരു 108 പ്രാവശ്യം ഇവർ ചൊല്ലാൻ ശ്രമിക്കുമ്പോൾ അതിന് ഒരുപാട് മാറ്റങ്ങൾ മാനസികമായിട്ടും ശാരീരികമായിട്ടും ഒക്കെ ഒരു ബലവും ഒക്കെ ഉണ്ടാകുന്നതായിട്ട് കാണാൻ കഴിയും. സത്യമാണത്. ഇത് ഇങ്ങനെയുള്ള ഈ മന്ത്രങ്ങൾ കഴിവതും മുറിയാതെ ഈ 108 പൂർത്തിയാക്കും. 108 അതിലും കൂടുതൽ ചൊല്ലാവുന്നതാണ്. കാരണം നമുക്ക് പണ്ട് പുരാതന കാലം മുതലേ ഈ മന്ത്രങ്ങൾക്ക് ഒരുപാട് ബലം ഉള്ളതാണ്. ഈ മന്ത്രം ചൊല്ലി അഖണ്ഡനാമമൊക്കെ ചെയ്യുന്നിടത്ത് സാക്ഷാൽ ഭഗവാൻ വന്ന് നമ്മളെ അനുഗ്രഹിക്കുന്ന രംഗങ്ങളൊക്കെ ധാരാളം നേരിട്ടിട്ടുള്ള ഒരു വ്യക്തിയാണ് ഞാൻ. അപ്പോൾ ഈ മന്ത്രം ഇത് ചൊല്ലി ഭഗവാനോട് കൂടുതൽ അടുക്കാൻ ശ്രമിക്കുക. ഈ ഹരേ രാമ എന്നുള്ള മന്ത്രം വളരെ ശക്തിയേറിയ ഒരു മന്ത്രമാണ്. അതുകൊണ്ട് അത് യാതൊരു കാരണവശാലും അത് ഉപയോഗിക്കാൻ ശ്രമിക്കുക, ഇത് അവോയ്ഡ് ചെയ്യാതിരിക്കുക. അപ്പോൾ ഇതിങ്ങനെ പോയാൽ രോഹിണിക്കൊക്കെ എന്ന് പറഞ്ഞാൽ ഏറ്റവും പ്രിയപ്പെട്ട ഈശ്വര സാന്നിധ്യം തീർച്ചയായിട്ടും ഉണ്ടാകും. അപ്പം ഇത് ഇവർക്ക് സാമ്പത്തികമായിട്ടൊക്കെ നല്ല നേട്ടങ്ങളുടെ ഒരു സമയമാണ്. അപ്പോൾ ഈശ്വരൻ്റെ ഒരു ആനുകൂല്യം കൂടെ ഉണ്ടെങ്കിലോ ഒന്ന് ആലോചിച്ച് നോക്കി, അവർ എവിടെ ചെന്നെത്തുമെന്നറിയാമോ? അതുകൊണ്ട് ഇവർക്ക് എന്തെല്ലാം തടസ്സങ്ങൾ വന്നാലും ഇവർ ഈ മന്ത്രം ഇവർ ചൊല്ലുക. ഇതെന്ന് പറഞ്ഞാൽ ഒരു നിസ്സാരമായിട്ട് നമുക്ക് മനസ്സിലാക്കി ചൊല്ലാവുന്ന ഒരു മന്ത്രമേ ഉള്ളൂ. സാധാരണ മൃത്യുഞ്ജയ മന്ത്രമോ അല്ലെങ്കിൽ അഘോര മന്ത്രമോ അല്ലെങ്കിൽ വരാഹി മന്ത്രമോ ഇതൊക്കെ പഠിച്ച് കാണാതെ ചൊല്ലുന്നതിനേക്കാൾ എത്രയോ ഉത്തമമാണ് ഇത്. ഈ മന്ത്രം ചൊല്ലിയാൽ എല്ലാ രീതിയിലുമുള്ള ശക്തി, ബലം, മാനസിക ബലം, ശാരീരികമായിട്ടുള്ള ബലം ഇതെല്ലാം ഉണ്ടാകും. അതുകൊണ്ടാണ് ഞാനിത് നിർദ്ദേശിക്കുന്നത്. ഇത് കാണുന്ന എല്ലാ നാളുകാർക്കും ഇത് പ്രയോജനപ്പെടുകയും ചെയ്യും കേട്ടോ. അപ്പോൾ അത് ഉപേക്ഷിക്കാതിരിക്കും. എന്തായാലും ഈ കാർത്തിക, രോഹിണി, മകയിരമരയ്ക്ക് വലിയ നേട്ടങ്ങളുടെ ഒരു സമയമാണ്. സന്തോഷ അനുഭവങ്ങൾ ധാരാളമായിട്ടുണ്ടാകുന്ന ഒരു സമയമാണ്. സാമ്പത്തികവും എല്ലാ തരത്തിലുള്ള നേട്ടങ്ങളുടെയും, സന്താന സുഖം, സന്താനങ്ങളുടെ സംതൃപ്തി, അവരുടെ ഉയർച്ചകൾ ഇതെല്ലാം കണ്ട് ആനന്ദിക്കാനുള്ള ഒരു സന്ദർഭമാണ് ഇതുവരെയും ഉള്ളത്. ഇപ്പോൾ ഈ 2024 തുടങ്ങിയിട്ട് അവർക്ക് വലിയ ദുഃഖങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. അപ്പം അങ്ങനെ നേട്ടങ്ങൾ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അതവർ പാഴാക്കിക്കളയുന്നതാണ് അങ്ങനെ എന്തെങ്കിലും കോട്ടങ്ങൾ ഉണ്ടാവുന്നെങ്കിൽ. അപ്പോൾ ഇവർ ഈ മന്ത്രങ്ങൾ കാലത്തെഴുന്നേറ്റ് ഒരു ശരീരശുദ്ധി വരുത്തിയിട്ട് ഈ മന്ത്രങ്ങൾ ചൊല്ലിയാൽ തീർച്ചയായിട്ടും അത് ഒരു ദിവസമെങ്കിലും ചൊല്ലി നോക്കുക. അപ്പോഴേ അതിൻ്റെ വിലയറിയും. ആ മന്ത്രശക്തിയുടെ ഫലം അന്ന് തന്നെ അറിയാൻ പറ്റും. ഈശ്വരൻ്റെ ആനുകൂല്യം ഉണ്ടാവുകയും ഈശ്വരൻ അവരെ തൊട്ട് തലോടി അനുഗ്രഹിക്കുകയും ചെയ്യുന്ന
ആ ഒരു ദിവസം. അതുപോലെ വൈകുന്നേരവും മേലൊക്കെ കഴുകിയിട്ട് കിടക്കുന്നതിന് മുമ്പ് വൃത്തിയുള്ള പ്രതലത്തിലിരുന്ന് ഈ മന്ത്രങ്ങൾ ചൊല്ലുക. ഇത് ഇവർ മാത്രമല്ല, എല്ലാവർക്കും ഉപയോഗിക്കാവുന്നതാണ്. അതുകൊണ്ട് അതെല്ലാവരും തന്നെ ഇങ്ങനെ ചെയ്യണമെന്നാണ് എൻ്റെ അഭിപ്രായം. അപ്പം ഞാനും നിരന്തരം ബസ്സിലൊക്കെ എപ്പോഴും യാത്ര ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അപ്പം ബസ്സിലിരുന്നും ഒക്കെ ഞാനിങ്ങനെ ചെയ്യാറുണ്ട്, ഹൃദയത്തിൽ ചൊല്ലാറുണ്ട്. അതുകൊണ്ട് എനിക്ക് അങ്ങനെ എത്ര ദോഷങ്ങളുണ്ടായാലും നമുക്ക് ആ ദോഷങ്ങളൊന്നും ഒരു ശല്യമായിട്ട് തോന്നാറില്ല. അപ്പോൾ ആ രീതിയിൽ നിങ്ങൾ മുൻപോട്ട് പോകാൻ ശ്രമിക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാ തരത്തിലുള്ള ഐശ്വര്യങ്ങളും ഉണ്ടാവും. പിന്നെ ശത്രുദോഷമൊക്കെ ആണെങ്കിൽ ഈ ഒരു മന്ത്രത്തിൽ കൂടെ നമുക്ക് നമ്മുടെ ശത്രുവൊന്നും നമ്മളിലേക്ക് അടുക്കത്തില്ല. അടുത്താൽ പോലും അത് ഭഗവാൻ തട്ടിത്തെറിപ്പിച്ച് അങ്ങ് ദൂരെ കളയും. അത് മനസ്സിലാക്കിയിട്ടുള്ളവർക്ക് അത് അറിയാൻ പറ്റും. ഈശ്വരവിശ്വാസം ഇല്ലാത്തവർക്ക് അറിയാൻ പറ്റത്തില്ല. അവർ വേണമെങ്കിൽ നമ്മളെ കളിയാക്കും. പക്ഷേ ഇത് ചിലവില്ലാത്തൊരു കാര്യമാണ് അല്ല. അതുകൊണ്ട് നമ്മൾ തീർച്ചയായിട്ടും ഇങ്ങനെ മുൻപോട്ട് പോകാൻ ശ്രമിക്കുക. ഈശ്വര വിശ്വാസം ഏതൊരു വ്യക്തിക്കും വേണം. ഈശ്വരവിശ്വാസം ഇല്ലെങ്കിൽ നമുക്ക് മുമ്പോട്ട് പോകാനേ സാധിക്കില്ല. എല്ലാവർക്കും, ചില ആളുകൾക്കൊക്കെ ഒരു തോന്നലുണ്ട് ഈശ്വരനെ ധിക്കരിച്ച് മുന്നോട്ട് പോവാം എന്നുള്ള. ഈശ്വരൻ എന്തോ കാണുന്നു, നാട്ടുകാർ കണ്ടാൽ പോരെ, ഇങ്ങനെയുള്ള രീതിയിലൂടെ ഉള്ള സംസാരങ്ങളായാലും പ്രവർത്തികളായാലും ഒക്കെ ഒരുപാട് ഞാൻ കാണുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് നമ്മൾ അവിടെ പ്രതികരിക്കുകയും ചെയ്യും. അതുകൊണ്ട് ഈശ്വരാരാധന തീർച്ചയായിട്ടും മുഖ്യ ഘടകമാണ്. അതായത് നമ്മുടെ ആ ഈശ്വരാരാധന ചെയ്യുന്ന സമയമെങ്കിലും നമ്മുടെ ഹൃദയം ശുദ്ധമായിരിക്കും. ഈ ശുദ്ധ ഹൃദയവും ശുദ്ധ ശരീരവും ആ സമയമെങ്കിലും നമ്മൾ മറ്റുള്ളവർക്ക് എന്ത് പണി കൊടുക്കാമെന്നുള്ള ചിന്ത ഇല്ലാതിരിക്കും. മനസ്സിലായില്ലേ? അപ്പോൾ അത് നിരന്തരം അങ്ങനെ അങ്ങോട്ട് പോയാൽ നമ്മുടെ കാര്യങ്ങളെല്ലാം, നമുക്ക് ഒരുപാട് ലോട്ടറി അടിക്കണം, അല്ലെങ്കിൽ കുഴൽപ്പണം വന്ന് കയറണം, ഇങ്ങനെയൊന്നും അല്ല നമ്മൾ ചിന്തിക്കുന്നത്. നമ്മുടെ അന്നം മുട്ടരുത്, നമ്മുടെ കുഞ്ഞുങ്ങൾ സന്തോഷമായിട്ടിരിക്കണം, നമുക്ക് രോഗാതി ദുരിതങ്ങൾ ഉണ്ടാവരുത്. ഇതൊക്കെ ആയിരിക്കണം നമ്മുടെ ചിന്താഗതികളും. ഒരുപാട് പൈസകൾ ഉള്ള ആൾക്കാർക്കാണ് ധാരാളം രോഗങ്ങളുള്ളത്. അപ്പോൾ അത് അങ്ങനെയുള്ള രോഗങ്ങളിൽ നിന്നും ഒക്കെ ഒരു വിമുക്തി, അത് നമ്മുടെ കുട്ടികളെയും കൂടെ പരിശീലിപ്പിക്കുമ്പോൾ നമുക്ക് സമാധാനവും സന്തോഷവും ഉണ്ടാകും. തീർച്ചയായിട്ടും നമ്മുടെ ജീവിതം ഐശ്വര്യപൂർണ്ണമാകും. അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും ഈ ഒരു മന്ത്രധ്വനി ഇരിക്കുന്നിടത്തെല്ലാം ഇങ്ങനെ ഉണ്ടാക്കാൻ ശ്രമിക്കുക. ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഈ മന്ത്രം അനേക വട്ടം ഉച്ചരിച്ച് ആ പരിസരം പോലും നല്ല സന്തോഷകരമായിട്ടുള്ള രീതിയിൽ പോകാനുള്ള അവസരം ഉണ്ടാക്കുക. എല്ലാ ഐശ്വര്യവും നിങ്ങൾക്ക് നേർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു. നമസ്കാരം.